അയാൾ വീണ്ടും എന്തെങ്കിലും എഴുതിയോ? എഴുതി സർ. ഏതോ IT കമ്പനിയിൽ ചോദ്യം ചെയ്യലാണെന്ന് എഴുതിയിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത് വായിച്ചേ? രമ്യയോട് ചോദ്യം ചെയ്തിരുന്ന വിക്രം ഹോട്ടലിൽ പാർട്ടിക്കടയിലുണ്ടായിരുന്ന വിഷയം പൂജ്യമായി ചോദിച്ചറിയുന്നു. വിക്രം പറഞ്ഞതിന് പ്രകാരം അനിത അവിടെ നിന്നും രമ്യയ്ക്ക് ഫോൺ ചെയ്യുന്നു. അവൾ ടാക്സി കാറായ ഈ നമ്പറിലെ വണ്ടിയിൽ 1488 എന്ന വാഹനത്തിൽ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. സാർ, വണ്ടി നമ്പർ വരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് സാർ. അത്ര എഴുതിയിട്ടുള്ളോ? സാർ, വീണ്ടും കുറച്ചും കൂടി എഴുതിയിട്ടുണ്ട്. രമ്യ താമസിച്ചതിന്റെ കാരണം ചോദിച്ച് പൂജ വരുന്നത് വരെ കാത്തിരുന്നത് കൊണ്ട് പലവട്ടം അവളെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചിട്ടും പരിധിക്ക് പുറത്തായതുകൊണ്ട് ഞാൻ ടാക്സിയിൽ വന്നുകൊണ്ടിരിക്കുന്ന വിവരം അറിയിക്കുന്നു. രമ്യ ഈ വിവരം വിക്രത്തോട് പറയുന്നതിന് വേണ്ടി അവളുടെ ക്യാബിനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സർ, ഷീ ഈസ് ഓൺ ദ വേ ടു ദ ഓഫീസ്. എങ്ങനെയാ വരുന്നത്? ക്യാബില്. കൊളർണോ? ആ. സ്പീക്കറിലിട്. വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ ഒന്ന് ചോദിച്ചു. പറയൂ രമ്യ. നീ വരുന്ന ക്യാബിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഒന്ന് പറയോ? എന്തിനാ ചോദിക്കുന്നേ? ജസ്റ്റ് ടെൽ മീ നൗ. നിക്ക് പറയാം. TN21 DA 1488. ഓക്കെ അനിത. ഏയ്, എന്തു പറ്റിയടി? വാ പറയാം. ഓക്കെ. അവള് സ്ഥിരമായിട്ട് ക്യാബിലാണ് വരാറ്? ഇല്ല, അവള് പൂജയുടെ കൂടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. കോൾ ചെയ്ത് നോക്കിയപ്പോ ഫോൺ സ്വിച്ച് ഓഫിലായിരുന്നു. പൂജ വരാത്തത് കൊണ്ടാണ് ഇപ്പൊ ക്യാബിൽ വരുന്നത്. ഇയാളൊരു കിഷോറിനെ പറ്റി പറഞ്ഞില്ലേ? അയാളെ ഒന്ന് വേഗം വിളിക്ക്. സർ, കിഷോർ ഇന്ന് ലീവാണ്. ദിസ് ഈസ് ഇമ്പോർട്ടന്റ് രമ്യ. അയാളോട് വേഗം വരാൻ പറ. ഓക്കെ സർ. ആ സാർ. അയാളെ പുറത്തുനിന്ന് ആരോ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. സാർ, ഫോൺ എൻ്റെ തന്നെ ഉണ്ട് സാർ. അല്ല 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 അയാളുടെ വീട് മുഴുവൻ ചെക്ക് ചെയ്തിരുന്നോ? കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്തു സാർ. അയാളുടെ കയ്യിൽ വേറെ ഫോൺ ഉണ്ടോ? കിച്ചൺ, ബാത്റൂം ഒക്കെ ചെക്ക് ചെയ്യും. പിന്നെ അയാളുടെ ഫുൾ ബോഡിയും ചെക്ക് ചെയ്യണം. ശരി സാർ. സാർ, കമ്മിങ്. സാർ. സാറേ, ഒന്നുമില്ല സാർ, മോളിൽ നിന്നുള്ള ഉത്തരവാ. എന്തെങ്കിലും കിട്ടിയോടോ? മുഴുവൻ ചെക്ക് ചെയ്തു സാർ. നോക്കി ഫ്ലഷ് ടാങ്കിന്റെ അടപ്പ് വരെ തുറന്നു നോക്കി. ഒന്നുമില്ല സാർ. പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്തായിരുന്നോ? സാർ, മുഴുവൻ അരിച്ചു പെറുക്കിയതാ. അയാളുടെ ചെവിയിൽ നോക്കിയായിരുന്നോ? എന്താ സാർ, ചെവിയോ? എന്റെ ചെവി ചെക്ക് ചെയ്യണോ? മൂക്കും വായും എല്ലാം ചേർത്ത് ചെക്ക് ചെയ്യേ. നിങ്ങൾ പോലീസോ അത് ഈന്റെ ഡോക്ടറോ? അതിനെ കുറിച്ച് എനിക്കും അറിയില്ല. നോക്ക്. സാർ, ഇവിടുന്ന് നോക്കിയാ അവിടം വരെയും കാണാം. സാർ സംശയിക്കും പോലെ ഒന്നുമില്ല. എൻട്രൻസ് ഫുട്ടേജ് ഒന്ന് പ്ലേ ചെയ്തേ. പ്ലേയിങ് സർ. ടാക്സി കാറായ ഈ നമ്പറിലെ വണ്ടിയിൽ 1488 എന്ന വാഹനത്തിൽ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അനിത. ഇരിക്കരുതേ. രമ്യയോട് പൂജയെ പറ്റി ചോദിച്ചപ്പോ അവൾ ഇയാളുമായിട്ട് വലിയ ക്ലോസ് ആണെന്ന് പറഞ്ഞു. അതെ സർ, റൈറ്റ് ഫ്രം കോളേജ് ഡേയ്സ്. നീ നോക്കാനിതേ, പൂജയെ പെട്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഫ്രാങ്ക് ആയിട്ട് മറുപടി പറയണം. ഓക്കെ സർ. ഇയാൾ അവളെ അവസാനമായിട്ട് മീറ്റ് ചെയ്തപ്പോഴാ? ഇന്നലെ രാത്രി ഡ്രോപ്പ് ചെയ്തിട്ട് പോയപ്പോഴാണ് സർ. അതിനുശേഷം പൂജ തന്നെ വിളിച്ചിരുന്നോ? ഇല്ല സർ, ഇന്ന് ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് 2-3 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് ക്യാബിലാണ് വന്നത്. ഇന്നലെ രാത്രി പാർട്ടിയിൽ അവൾ ആരുമായിട്ടാണ് വഴക്കുണ്ടാക്കിയത്? ആരാന്ന് എനിക്ക് ശരിക്കും അറിയില്ല സർ. പക്ഷേ കിഷോറിന്റെ ഫ്രണ്ടാണെന്ന് തോന്നുന്നത്. കാറിൽ പോകുന്ന നേരത്ത് ആള് അപ്സെറ്റ് ആയിരുന്നു. എന്താ പ്രശ്നം, എന്തിനാ വഴക്കുണ്ടാക്കിയെന്ന് ഞാൻ ചോദിച്ചിരുന്നു. സംസാരിച്ചു കഴിയുമ്പോൾ കൂളാവുന്ന ഞാൻ വിചാരിച്ചിരുന്നത്. അതിനെക്കുറിച്ച് ചോദിക്കണ്ടെന്ന് പറഞ്ഞിട്ട് മ്യൂസിക്കിന്റെ വോളിയം കൂട്ടി. അപ്പോഴാണ് റിയർ വ്യൂ മിററിൽ ഞാൻ കണ്ടത്. ഞങ്ങളെ ഒരുത്തൻ
ഫോളോ ചെയ്ത് പിറകെ വരുന്നത്. നിങ്ങളുടെ വണ്ടിയെ ഒരാൾ ഫോളോ ചെയ്തെന്നോ? അതെ സർ. ആരാന്നറിയാമോ? ശരിക്കും മനസ്സിലായില്ല, പക്ഷേ ആ പാർട്ടിയിൽ പ്രശ്നം ഉണ്ടാക്കിയതിനെ പോലും ഉണ്ടായിരുന്നു. അതിനുശേഷം എവിടേക്കാ പോയത്? എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവൾ ഉടനെ പോയി. ഇയാളെ ഡ്രോപ്പ് ചെയ്ത സമയത്ത് അയാളെ വീണ്ടും കണ്ടിരുന്നോ? കണ്ടില്ല സർ. നിങ്ങളുടെ അഡ്രസ് ഒന്ന് പറഞ്ഞു. 67 2nd സ്ട്രീറ്റ്, തിരുവാൻമിയൂർ. ഹലോ അൻവർ. യെസ് സർ. അനിതയുടെ വീടിന്റെ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. ഓക്കെ സർ. നിങ്ങൾ എത്രയും പെട്ടെന്ന് പൂജയുടെ കാറിന്റെ റൂട്ട് ട്രേസ് ചെയ്ത് അവളുടെ കാറിന് ഏതെങ്കിലും ബൈക്ക് ഫോളോ ചെയ്തോന്ന് ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. വിൽ ലെറ്റ് യു നോ സർ. ഓക്കെ, താങ്ക്സ് അനിത. തനിക്ക് പോകാം. ഓക്കെ സർ. എക്സ്ക്യൂസ് മീ സർ, ഐ എം കിഷോർ. വന്നിരിക്കൂ. ഇന്നലെ രാത്രിത്തെ പാർട്ടിയിൽ പൂജയോട് വഴക്കുണ്ടാക്കിയതാരാ? എൻ്റെ ഫ്രണ്ട് രവിയാണ് സർ. എന്താ സർ ചോദിച്ചേ? പൂജ ഇസ് മിസ്സിംഗ്. രവി പൂജയെ ത്രട്ടൻ ചെയ്തു എന്നാണ് രമ്യ അനിതയൊക്കെ പറഞ്ഞത്. രവി അങ്ങനെയുള്ള ആളല്ല സർ. എന്തെങ്കിലും ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞെന്ന് പറഞ്ഞ് അവനാണ് ചെയ്തതെന്ന് എങ്ങനെ ഡിസൈഡ് ചെയ്യും സാർ? രവി ഇന്നലെ പൂജയെ ഫോളോ ചെയ്തിരുന്നു. സാർ, ഇതൊക്കെ വളരെ ചെറിയ കാര്യമല്ലേ സാർ? പാർട്ടി നടന്ന സ്ഥലത്തുനിന്ന് പോകണമെങ്കിൽ എല്ലാവർക്കും ആ ഒരു റോഡ് മാത്രമേ ഉള്ളൂ. പറയൂ അൻവർ. സാർ, പാർട്ടി ലൊക്കേഷനിൽ നിന്ന് സാർ അയച്ച ലൊക്കേഷനും കഴിഞ്ഞ് ഒരു ബൈക്ക് പൂജയുടെ കാറിനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ നമ്പർ വെച്ച് ഓണറോട് ഞാൻ സംസാരിച്ചിരുന്നു. അയാൾ 2 വർഷം മുമ്പേ ഈ ബൈക്ക് വിറ്റെന്നാ പറയുന്നത്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ ബൈക്കിന്റെ CCTV ഫുട്ടേജ് വേഗം എനിക്ക് അയക്കേ. ഓക്കെ സർ. ഓക്കെ, താങ്ക്സ്. രവി എങ്ങനെയാ പരിചയം? ഞാനും അവനും സ്കൂൾ മുതൽ കോളേജ് വരെ ഒന്നിച്ചാ പഠിച്ചത്. ഇപ്പൊ അവനെന്താ ചെയ്യുന്നേ? ശരിക്കും അറിയില്ല സാർ. കഴിഞ്ഞ 2 വർഷമായി അവൻ പാർട്ട് ടൈം ജോബാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബെസ്റ്റ് ഫ്രണ്ടാന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് അവൻ എന്താ ചെയ്യുന്നതെന്നറിയില്ല. ഓഫീസിൽ വന്നതിന് ശേഷം എനിക്കത്ര ടച്ചില്ല സാർ. ഈ പാർട്ടിയുടെ ഇൻവിറ്റേഷൻ തന്നെ വാട്സാപ്പിൽ ലാസ്റ്റ് ടൈമാണ് ഞാൻ അയച്ചത്. ഇന്നലെ രാത്രി പാർട്ടിയിൽ പൂജയും രവിയും തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? എന്താ നടന്നതെന്ന് എനിക്കറിയില്ല സാർ. പക്ഷേ ആ പ്രശ്നം നടന്നതിന് ശേഷം പൂജ അവിടെ നിന്ന് പോയി. ഞാനാണ് അവനെ ഫോഴ്സ് ചെയ്ത് അവിടെ നിന്ന് മാറ്റിയത്. അതിനുശേഷം ഞാൻ രവിനെ കണ്ടിട്ടില്ല. ഹലോ സർ. ഹലോ അൻവർ, ആ ബൈക്കിന്റെ ബാക്ക് സൈഡിൽ ഒരു സ്റ്റിക്കർ ഉണ്ട്. അതൊന്ന് സൂം ചെയ്ത് നോക്ക്. ഓക്കെ സർ. അവൻ ആ വണ്ടി എവിടെ സർവീസിന് കൊടുത്ത പോലെ ഉണ്ട്. ഓക്കെ. അതെവിടെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഷുവർ സർ. ഓക്കെ, രവി ഒന്ന് വിളിക്കേ. യെസ് സാർ. number you're calling is currently switched off. Please try later. സ്വിച്ച് ഓഫ് സാർ. അവന്റെ ഫോൺ നമ്പറും അഡ്രസ്സും പറ. നമ്പറുണ്ട്, പക്ഷേ അഡ്രസ് ഇല്ല സാർ.